ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്ജു വാലറ്റ്. എല്ലാവരോടും സോറി പറയാണ്, എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ല. നമ്മൾ സ്റ്റഡി പ്ലാൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞിരുന്നു നാളെ മുതൽ ക്ലാസ്സുകളുണ്ട്, നമ്മൾ ഏതൊക്കെ വീഡിയോസാണ് ഇടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയില്ല. ഞാൻ ഫിസിക്കലി ഓക്കെ ആയിരുന്നില്ല, ഹോസ്പിറ്റലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു 2 ദിവസം ഇനി പരീക്ഷയ്ക്കുള്ളൂ എന്നറിയാം. ഇന്നും നാളെയും കൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ എന്നറിയാം. എന്നിരുന്നാലും എൻ്റെ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുന്നവരുണ്ടെന്ന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. പറ്റുന്നവരെ കാണാൻ പറ്റുന്നുണ്ട്, ടൈമുണ്ട്, എഴുതി പഠിക്കാൻ സമയമുള്ളവരെ വീഡിയോ കാണാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് ഇടാൻ പറ്റിയില്ല. സിറ്റുവേഷൻസ് അങ്ങനെ ആയിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇടാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം ഇന്ന് രാത്രിയായിട്ട് എല്ലാ വീഡിയോസും ഇടാം. അപ്പോൾ നിങ്ങൾക്ക് നാളെ ഫുള്ളായിട്ടിരുന്ന് പഠിക്കാമല്ലോ. അപ്പോൾ ഇന്ന് രാത്രി പുലർച്ചയൊക്കെ ആയിട്ട് വീഡിയോസ് ഞാൻ വേണ്ടതെല്ലാം ഇന്ന് ഞാൻ ഈ ചാനലിൽ ഇടാം. അപ്പോൾ നിങ്ങളത് ഒന്നെങ്കിൽ അപ്പോൾ തന്നെ കാണാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഞായറാഴ്ച ഓരോന്നായിട്ട് കണ്ടാലും മതി. ഞാൻ തലേ ദിവസത്തേക്ക് ആക്കുന്നില്ല. മാക്സിമം ഇന്ന് തന്നെ ബാക്കി വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. കുറച്ച് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്, ഇൻ്റഗ്രൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ്, അതുപോലെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസിൻ്റെ വീഡിയോസായിട്ട് ഞാൻ വരുന്നുണ്ട്. തലേ ദിവസത്തേക്ക് വെക്കുന്നില്ല, മാക്സിമം ഇന്ന് രാത്രിയോട് കൂടി തന്നെ ബാക്കി വീഡിയോസ് എല്ലാം ഇടാം. അപ്പോൾ എൻ്റെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണാം. ഇനി ഇതൊന്നും കണ്ടിട്ട് ഇനി കാര്യമില്ല, സമയമില്ല, പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. മാക്സിമം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇടാം. അപ്പോൾ കാണാൻ പറ്റും, സമയമുള്ളവരാണെങ്കിൽ കാണാം. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഏറ്റവും വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. മോഡൽ എക്സാമിനായാലും ഏത് പരീക്ഷയ്ക്കും കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിന്ന് അറൗണ്ട് ഒരു 9-10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതുവരെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് വിചാരിക്കാം. ഒരു 9 മുതൽ 10 മാർക്ക് വരെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അപ്പോൾ ആ ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഭയങ്കര ഈസി ക്വസ്റ്റ്യൻസ് അല്ല. നിങ്ങൾക്കറിയാലോ, മോഡൽ എക്സാം മാത്സ് വളരെ സിമ്പിളായിരുന്നു. അപ്പോൾ പബ്ലിക് എക്സാം ഇനി എങ്ങനെയാവും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ചെയ്ത് പഠിച്ചാൽ മതി, ഓക്കെ ആവും. ഓക്കെ, ഇനി കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയുടെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് മതി, ടെക്സ്റ്റ് ബുക്കിലുള്ള സാധാ ക്വസ്റ്റ്യൻസ് മതി എന്നുള്ളവർക്ക് ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് എഡ്ജു വാലറ്റ് +2 മാത്സ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് സെർച്ച് ചെയ്താൽ ആ വീഡിയോ വരും, അത് കണ്ടാലും മതി. ഇത് ഞാൻ കുറച്ചും കൂടി ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന, വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു പാറ്റേൺ വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫൈൻഡ് dy/dx ഇഫ് x⁻y = y⁻x. ഇതൊരു 10-12 വർഷങ്ങളായിട്ട് പല പേപ്പറിലും സെയിം വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഈ ചോദ്യം നമുക്ക് നോക്കാം. ഇതേ മോഡലിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം ഒരു കാര്യം പറയുന്നു, നിങ്ങൾക്ക് ബേസിക് ആയിട്ട് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഇതുവരെ പഠിക്കാത്തവരാണെങ്കിലും പഠിച്ചവരാണെങ്കിലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഇക്വേഷൻസ് ആണിത്. ഒന്ന് റിവൈസ് ചെയ്യാം. sin xന് ഡെറിവേറ്റീവ് വന്നാൽ അത് cos x ആണ്. sin x എവിടെയെങ്കിലും വന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് cos x ആണ്. cos xൻ്റെ -sin x ആണ്. tan xൻ്റെ sec² x ആണ്. sec xൻ്റെ sec x tan x ആണ് ഡെറിവേറ്റീവ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. y എവിടെ വന്നാലും അതിൻ്റെ കൂടെ dy/dx നമ്മൾ എഴുതുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണെങ്കിൽ വൈയുടെ ഡെറിവേറ്റീവ് dy/dx ആണ്. e⁻xൻ്റെ e⁻x തന്നെയാണ്. x² 2x ആണ്. ഇത്രയും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ പാഠം ഒന്നും അറിയില്ല, ബേസിക് പോലും അറിയില്ല എന്നുള്ളവരാണെങ്കിലൊക്കെ ഇത്രയും ഇക്വേഷൻസ് എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് ഈ പാഠത്തിൽ നിന്ന് പഠിക്കണം. ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിൽ 10 മാർക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ ഓരോന്നും ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് നന്നായി ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, ചെയ്ത് പഠിക്കുക. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ആൻസർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. dy/dx ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ളത് x⁻y = y⁻x എന്നാണ്. ഇങ്ങനെ വന്നാൽ ഒരാളുടെ മുകളിൽ വേറൊരാൾ വന്നേക്കാണ് അല്ലെ. എക്സിൻ്റെ മുകളിൽ വൈയുടെ മുകളിൽ എക്സ്. ഇങ്ങനെ ഏത് ക്വസ്റ്റ്യനിലാണെങ്കിലും ഒരാളുടെ മുകളിൽ വേറൊരാളാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡും ലോഗ് എന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ലോഗ് എന്ന് കൊടുക്കുക.
ഒരാളുടെ മുകളിലാണ് വേറൊരാൾ വന്നതെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡ് എന്ത് ചെയ്യുക, ലോഗ് എക്സ് റേസ് ടു വൈ ലോഗ് വൈ റേസ് ടു എക്സ് ഇങ്ങനെ കൊടുക്കുക. ആ ചോദ്യത്തിന് രണ്ട് സൈഡും ലോഗ് ലോഗ് എന്ന് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ഈ മുകളിൽ താഴത്തേക്ക് ഇറങ്ങും, വൈ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള ലോഗ് എക്സ് എന്നാവും. അതേപോലെ ഇവിടെ എക്സ് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ലോഗ് വൈ എന്നും ആവും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട് കേട്ടോ സാധാരണ. അപ്പോൾ ഏത് ചോദ്യം വന്നാലും ഒരാളുടെ മുകളിലാണോ വേറൊരാൾ എന്നുണ്ടെങ്കിൽ അപ്പം ലോഗ് ലോഗ് എന്ന് എഴുതുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ, മുകളിൽ താഴത്തേക്ക് ഇറക്കുക, വൈ ലോഗ് എക്സ് എക്സ് ലോഗ് വൈ എന്ന് എഴുതാം. ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇതൊരു ഫംഗ്ഷൻ, ഇത് വേറെ ഫംഗ്ഷൻ, ഇതൊരു ഫംഗ്ഷൻ, ഇത് വേറെ ഫംഗ്ഷൻ, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടത്, വൈ ലോഗ് എക്സ് എക്സ് ലോഗ് വൈ രണ്ട് ഫംഗ്ഷൻസ് ഇൻറ്റു ആയിട്ട് വന്നേക്കാണ്. ഇതൊരു ഫംഗ്ഷൻ, ഇത് വേറെ ഫംഗ്ഷൻ, ഇതൊരു ഫംഗ്ഷൻ, ഇത് വേറെ ഫംഗ്ഷൻ. രണ്ട് ഫംഗ്ഷൻസ് ഇൻറ്റു ആയിട്ട് വന്നാൽ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന റൂളാണ് പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയും. പ്രൊഡക്റ്റ് റൂൾ. ഓക്കെ, സോ എന്താ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുമോ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എന്ന് പറഞ്ഞാൽ വൈ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ അതേപോലെ എഴുതുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ്, സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ്. ആ റൂളൊന്ന് പഠിച്ചു വെക്കണം. ഇതാണ് ആ റൂള്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഈ റൂളൊന്ന് പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അതേപോലെ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അതേപോലെ എഴുതുക. ലോഗ് എക്സിന് ഡെറിവേറ്റീവ് ഇപ്പോൾ തന്നെ പഠിക്കുക. ലോഗ് എക്സിന് ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എഴുതി, ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതി, പ്ലസ് ഇനി സെക്കൻഡ് അതുപോലെ എഴുതുക, ലോഗ് എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എഴുതിയാൽ അത് dy/dx ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തത്. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതി, രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ് എഴുതി, സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് എഴുതി. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണെന്ന് ഇപ്പം തന്നെ പഠിക്കുക. ഇനി എന്താ, സെക്കൻഡ് അതുപോലെ എഴുതുക, ലോഗ് എക്സ് അതുപോലെ എഴുതുക, വൈയുടെ ഡെറിവേറ്റീവ് എഴുതുക. കണ്ടോ, ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഫംഗ്ഷൻ വൈ ആണ്, വൈയുടെ ഡെറിവേറ്റീവ് എന്താ, dy/dx. അതേപോലെ ഇവിടെ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എക്സ് ഇൻറ്റു ലോഗ് വൈയുടെ ഡെറിവേറ്റീവ്. ലോഗ് വന്നാൽ അപ്പോൾ 1/y ആണ്. ഇനി വൈ വന്നാൽ അപ്പോൾ അവിടെ dy/dx എന്നും കൂടി എഴുതണം. ഇനി സെക്കൻഡ് ഇൻറ്റു ലോഗ് വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇവിടെ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x എന്ന് എഴുതിയാൽ മതി. പക്ഷേ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് ചോദിച്ചാൽ ലോഗ് വൈ ആണെങ്കിൽ 1/yയും വേണം dy/dxും വേണം. അപ്പോൾ ഇതാ നമുക്കിത് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതലാണ് അടുത്ത സ്റ്റെപ്പ്. എങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതാം, 1 ഇൻറ്റു വൈ വൈ ആണ് അല്ലേ, ഇവിടെ ഇൻറ്റു ചെയ്തോ, 1 ഇൻറ്റു വൈ എന്താവും, വൈ ബൈ എക്സ്. കണ്ടോ, 1 ഇൻറ്റു വൈ y/x പ്ലസ് ഇനി ലോഗ് എക്സ് ഇൻറ്റു dy/dx, അത് അവിടെ തന്നെ കിടക്കട്ടെ, ലോഗ് എക്സ് ഇൻറ്റു dy/dx. ഇനി ഇവിടെ എന്താ സംഭവിച്ചത്, 1 ഇൻറ്റു എക്സ് ആണ് അല്ലേ, 1 ഇൻറ്റു x/y x/yയും ഒപ്പം ഒരു dy/dxും ഉണ്ട്. ഇതാ 1 ഇൻറ്റു എക്സ് ആണ്, സോ x/y ഇൻറ്റു dy/dx പ്ലസ് 1 ഇൻറ്റു ലോഗ് വൈ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, dy/dxകളെ മാത്രം നമ്മളൊന്ന് മാർക്ക് ചെയ്യാം. 2 dy/dx ഉണ്ട്, രണ്ടിനും ഒരു സൈഡിലേക്ക് ആക്കാം. സോ ഇവിടെ ഉള്ളത് ലോഗ് എക്സ് ഇൻറ്റു dy/dx ആണ്, ഇവിടെ ഉള്ളത് x/y ഇൻറ്റു dy/dx ആണ്. അപ്പോൾ അതിന് ഇങ്ങോട്ട് കൊടുന്നപ്പോൾ മൈനസ് ആയി. ഇവിടെ ഉള്ള ആളെ അതേപോലെ ഞാൻ എഴുതി, ഇതിന് ഇങ്ങോട്ട് കൊടുന്നപ്പോൾ അത് മൈനസ് ആയി. ഇനി ഇവിടെ ആരുണ്ട്, ലോഗ് വൈ. അപ്പോൾ ഇയാൾ അങ്ങോട്ട് കൊണ്ടുപോയാൽ -y/x. കണ്ടില്ലേ, അപ്പോൾ ഈ dy/dx ഇവിടെ എഴുതി, ഈ dy/dx ഇങ്ങോട്ട് കൊടുന്നപ്പോൾ മൈനസ് ആയി. ബാക്കിയുള്ള ലോഗ് വൈയുടെ അടുത്തേക്ക് ഇത് കൊണ്ടുപോയി. ഇനി 2 dy/dx ഇവിടെ കോമൺ ആയിട്ടുണ്ട്, അതിനെ ഒറ്റ dy/dx ആയിട്ട് പുറത്തേക്ക് എടുക്കാം. 2 dy/dxകളെ പുറത്തേക്ക് എടുത്താൽ ബാക്കിയുള്ളത് ആരാ, ലോഗ് എക്സും -x/yയും. ഇവിടെ ലോഗ് വൈയും -y/xും. ഇതിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കേണ്ടേ, dy/dx ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ dy/dx ഈക്വൽ ടു ഇത് ഇൻറ്റു ആയിട്ടാണ് കിടക്കണത്, നേരെ അടിയിലേക്ക് പോവും, ഡിവൈഡ് ആവും. സോ ലോഗ് വൈ -y/x ഡിവൈഡഡ് ബൈ ലോഗ് എക്സ് -x/y. ഇതാണ് ഇവിടുത്തെ dy/dx.
ഇതാണ് കണ്ടുപിടിക്കേണ്ട. ഇൻറ്റു ആയിട്ടുള്ള ടേം മൊത്തം അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ആവും. അപ്പം ഇങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യുക. ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതുപോലെ തന്നെ ചെയ്യുക. ആദ്യം ലോഗ് കൊടുക്കുക, മുകളിലത്തെ ആളെ താഴത്തേക്ക് ഇറക്കുക, പിന്നെ പ്രൊഡക്റ്റ് റൂൾ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ്, സെക്കൻഡ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ്, പിന്നെ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇൻറ്റു ചെയ്തിട്ടൊക്കെ ഒന്ന് എഴുതുക. dy/dx ഒരു സൈഡിലേക്ക് ആക്കുക, പുറത്തേക്ക് എടുക്കുക, താഴത്തേക്ക് കൊണ്ടുപോവുക. ഒന്ന് ചെയ്ത് നോക്കുക, ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നില്ലേ നോക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, പക്ഷെ സിമ്പിളായിട്ടാണ് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കാണ്. ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ ക്വസ്റ്റ്യനൊക്കെ വന്നാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സ് തന്നിട്ടുണ്ട്, വൈയും തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് dy/dx ആണ്. അപ്പോൾ ആദ്യം എക്സും വൈയും ഒന്ന് എടുത്ത് എഴുതണം, എന്നിട്ട് അതിൽ നിന്ന് dy/dx കാണണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാം. എക്സും വൈയും അതേപോലെ ഒന്ന് രണ്ട് സൈഡിലായിട്ട് എടുത്ത് എഴുതുക. ഇങ്ങനത്തെ ഏത് ചോദ്യം വന്നാലും കേട്ടോ, ഇങ്ങനത്തെ ഏതൊരു ക്വസ്റ്റ്യൻ എക്സ് വൈ എന്നൊക്കെ പറഞ്ഞ് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടും ഒന്ന് ഇതുപോലെ എടുത്ത് എഴുതുക. എക്സ് എടുത്ത് എഴുതുക, വൈ എടുത്ത് എഴുതുക, രണ്ടും കൂടി കണക്ട് ചെയ്ത് നമുക്ക് dy/dx കിട്ടണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിപ്പോൾ എക്സ് വെച്ചിട്ടാണ്, ഇതാണെങ്കിലോ ടി വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കണ്ടുപിടിക്കുക dx/dt ആണ്. dx/dt ഇവിടെ ആണെങ്കിൽ വൈയും പിന്നെ ടിയും ആണ്. അപ്പോൾ dy/dt ആണ് ഇവിടുന്ന് കിട്ടുക. ഇനി ഇവിടെ ഇപ്പോൾ തീറ്റ എന്ന് വരാം, അപ്പോൾ ഇവിടെ താഴെ തീറ്റ എന്ന് വരും. ഇവിടെ എന്താണോ അതാണ് താഴെ വരിക. അപ്പോൾ ഇവിടെ എക്സ്, അപ്പോൾ മുകളിൽ എക്സ്, ഇവിടെ ഒക്കെ ടി എന്നാണ്, അപ്പോൾ താഴെ ടി, dx/dt dy/dt അങ്ങനെ എഴുതുക. ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? ഒന്നെങ്കിൽ നിങ്ങൾക്ക് എനെ അതുപോലെ അവിടെ നിർത്തിയിട്ട് ആ ബ്രാക്കറ്റ് ഉണ്ടല്ലോ, ബ്രാക്കറ്റ് മാത്രം ചെയ്താൽ മതി. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, അത് അതുപോലെ തന്നെ ഞാൻ വെച്ചു. ഇൻറ്റു ആണ്, എ കോൺസ്റ്റൻ്റ് ആണ്, അത് അതുപോലെ വെച്ചു. കോസ് ടിയുടെ ഡെറിവേറ്റീവ് നമുക്ക് എഴുതാം. ഞാൻ നേരത്തെ തന്നതിൽ കോസിൻ്റെ ഒക്കെ ഡെറിവേറ്റീവ് ഉണ്ട്. ഞാൻ നേരത്തെ തന്നല്ലോ, പഠിച്ചു എന്ന് വിചാരിക്കുന്നു. കോസ് എക്സിൻ്റെ സൈൻ എക്സിൻ്റെ ഒക്കെ ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി ആണ്. മൈനസ് സൈൻ ടി പഠിച്ചു വയ്ക്കുക. കോസ് വന്നാൽ മൈനസ് സൈൻ ടി ആണ്. ഇനി പ്ലസ്, ഇനി ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ രണ്ട് ഫങ്ഷൻസ് ഉണ്ട് കണ്ടോ. ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും സൈൻ ടി എന്ന് പറഞ്ഞ വേറെ ഫംഗ്ഷനും. അപ്പോൾ രണ്ട് ഫങ്ഷൻസ് ഇൻറ്റു ആയിട്ട് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. നേരത്തെ ചെയ്തതുപോലെ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. എങ്ങനെ അപ്ലൈ ചെയ്യുക? ഞാൻ താഴത്തേക്ക് എഴുതുന്നുണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ടി ഇൻറ്റു സൈൻ ടിയുടെ ഡെറിവേറ്റീവ്. സൈൻ ടി ഡെറിവേറ്റീവ് കോസ് ടി പ്ലസ് ഇനി സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സൈൻ ടി ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് 1. കണ്ടോ, എക്സിൻ്റെ ടിയുടെ ഡെറിവേറ്റീവ് ഒക്കെ 1 ആയി. അപ്പോൾ ഇത് നമുക്കൊന്ന് ഷോർട്ടാക്കാം. സോ എ ഇൻറ്റു മൈനസ് സൈൻ ടി അവിടെ തന്നെ വയ്ക്കുക. ഇത് അവിടെ തന്നെ വെച്ചു, ഇതും എഴുതി. ടി കോസ് ടി പ്ലസ് 1 ഇൻറ്റു സൈൻ ടി ഇങ്ങനെ വന്നു. ഇതിനെ നമുക്ക് അവിടെ വയ്ക്കാം. ഓക്കെ, നമുക്കിതാ ഇങ്ങനെ കിട്ടി. ഇവിടെ നമുക്കൊരു സിമ്പിൾ സ്റ്റെപ്പ് ഉണ്ട്. സൈൻ ടിയും മൈനസ് സൈൻ ടി വെട്ടിക്കളയാം. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവാണ്. സോ ബാക്കി എ ഇൻറ്റു ടി കോസ് ടി എന്നായിട്ട് കിട്ടി, കഴിഞ്ഞു. അപ്പോൾ dx/dt നമുക്ക് കിട്ടി, എ ടി കോസ് ടി എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇപ്പം നമ്മൾ ഇതിൽ നിന്ന് ചെയ്ത് വന്നത് dx/dt ആണ്. അത് നമ്മൾ ചെയ്തു വന്നപ്പോൾ എ ടി കോസ് ടി നമുക്ക് കിട്ടി. ഇതേപോലെ ഇവിടെ നമുക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ആദ്യം എനെ അതുപോലെ തന്നെ നിർത്തുക. സൈൻ ടി ഒറ്റ ഫംഗ്ഷനാണ്. സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി. ഇനി എന്താ? മൈനസ്. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ നമുക്ക് വേറൊരു രണ്ട് ഫങ്ഷൻസ് ഇൻറ്റു ആയിട്ട് വന്നേക്കുക. ടി എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനും കോസ് ടി എന്ന് പറഞ്ഞ വേറെ ഫംഗ്ഷനും. അപ്പോൾ നമുക്കിവിടെ ഒരു മൈനസ് ഉണ്ട്, അതവിടെ എടുക്കട്ടെ. ഞാനിതാ ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതാണ്. ഇവിടെ എന്ത് വരും? രണ്ട് ഫങ്ഷൻസ്, ടി എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ, കോസ് ടി വേറെ ഫംഗ്ഷൻ. എന്താ റൂള്? പ്രൊഡക്റ്റ് റൂള്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ടി ഇൻറ്റു കോസ് ടി ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ ടി. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി പ്ലസ് ഇനി സെക്കൻഡ് ഇൻറ്റു കോസ് ടി ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്. ഇവിടെ ഇൻറ്റു 1 എന്ന് എഴുതാം, ഏതിലേലും കുഴപ്പമില്ല. നമുക്ക് കിട്ടിയതൊന്ന് എഴുതിയാലോ. എ പുറത്തുണ്ട്, ഇവിടെ കോസ് ടി എന്നുണ്ട്,
ഈ മൈനസും കൂടി പ്ലസ് ആവും. അപ്പോൾ പ്ലസ് ടി സൈൻ ടി എന്ന് വരും. ഈ മൈനസും കൂടി പ്ലസ് ടി സൈൻ ടി. ഈ മൈനസ് ഇതിന് കിട്ടുമ്പോൾ മൈനസ് കോസ് ടി എന്നുമായിട്ട് മാറും. കണ്ടോ, ഈ ഒരു മൈനസ് ഇല്ലേ, അതാണിത്. അത് ഇതിൻ്റെ ഉള്ളിലത്തെ രണ്ടാൾക്കാർക്കും കൊടുക്കണം. സോ ഈ മൈനസും കൂടി ഇതിൻ്റെ രണ്ടും കൂടി പ്ലസ് ആയി. ഈ മൈനസ് കോസ് ടിക്ക് വരുമ്പോൾ മൈനസ് കോസ് ടി എന്നുമായി. കോസ് ടി മൈനസ് കോസ് ടി വെട്ടിക്കളഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എ ടി സൈൻ ടി. നന്നായി ശ്രദ്ധിച്ചവർക്കാണ് ഇതൊക്കെ മനസ്സിലാവുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡി വൈ ബൈ ഡി ടി കിട്ടി, എ ടി സൈൻ ടി. കണ്ടില്ലേ, ഇങ്ങനെ രണ്ട് ഭാഗം നമ്മൾ കണ്ടുപിടിച്ചു. ഡി എക്സ് ബൈ ഡി ടിയും ഡി വൈ ബൈ ഡി ടിയും കിട്ടി. അപ്പോൾ രണ്ടിലും ചെയ്തത് എല്ലാത്തിനും ഡെറിവേറ്റീവ് എഴുതി. പക്ഷേ ഈ രണ്ടാമത്തെ പൊസിഷനിൽ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു രണ്ടാമത്തേന് ഡെറിവേറ്റീവ്, രണ്ടാമത്തെ ഇൻറ്റു ആദ്യത്തേന് ഡെറിവേറ്റീവ് എഴുതാം. പോസിറ്റീവ് ഒരേപോലുള്ളത് വെട്ടിക്കളയാം, ബാക്കിയുള്ളത് എഴുതാം. അപ്പം നമുക്ക് രണ്ടെണ്ണം കിട്ടി. ഡി എക്സ് ബൈ ഡി ടിയും കിട്ടി, ഡി വൈ ബൈ ഡി ടിയും കിട്ടി. നമുക്ക് കണ്ടുപിടിക്കുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഡി വൈ ബൈ ഡി എക്സ് കാണാൻ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡി വൈ അല്ല ആദ്യം. അപ്പോൾ വൈൻ്റെ ടേം നമുക്ക് ആദ്യം എഴുതാം. ഡി വൈ ബൈ ഡി ടീനെ ഇത് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എ ടി ക്യാൻസൽ ചെയ്താൽ സൈൻ ടി ബൈ കോസ് ടി എന്താവും? ടാൻ ടി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ടാൻ ടി ആണ്. കണ്ടോ, ഇത് വളരെ സിമ്പിളായിട്ടാണ് ഇതുവരെയൊക്കെ ചോദിക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യത്തെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനത്തെ ഒക്കെ കുറച്ചും കൂടിയും വലിയ സെക്ഷൻസൊക്കെ നോക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് പഠിക്കുക. എല്ലാവരും ചെയ്യാൻ പറ്റുന്നില്ലേ നോക്കുക. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ മാത്രം വരുന്നുണ്ട്, അതേ ഉള്ളൂ. ഇതും കൂടി ഡിവൈഡ് ചെയ്താൽ ആൻസർ ആയിട്ടാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതാണ് അടുത്ത ചോദ്യം. ഇഫ് വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇത് നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയും കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയും ക്ലബ് ചെയ്ത ചോദ്യമാണ്. ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ കുട്ടികൾ സ്റ്റക്ക് ആവാറുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം കോസ് ഇൻവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഡി വൈ ബൈ ഡി എക്സും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ്, ചോദ്യം നമുക്ക് അതുപോലെ തന്നെ എടുത്ത് എഴുതാം. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കോസ് ഇൻവേഴ്സ് ആണ് പുറത്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കോസ് വരണം. ഇതിൻ്റെ ഉള്ളിൽ കോസ് വന്നാലാണ് കോസ് ഇൻവേഴ്സും കോസും കൂടി വെട്ടിക്കളഞ്ഞ് ചെറുതാവുള്ളൂ. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കോസ് വരണമെങ്കിൽ എക്സിന് എന്തിട്ട് കൊടുക്കണം എന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു റൂളാണ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് 2 തീറ്റയാണ്. ഇത് +1 പഠിക്കുന്നതാണ്, +2 അല്ല. ഇപ്പോൾ പഠിക്കുക 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. മൈനസും പ്ലസ്സും ടാൻ എന്ന് വന്നാൽ അത് കോസ് 2 തീറ്റയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ എക്സിൻ്റെ അവിടെയൊക്കെ ടാൻ തീറ്റ എന്ന് കൊടുത്താൽ കോസ് 2 തീറ്റ എന്ന് വരും. അപ്പോൾ കോസ് ഇൻവേഴ്സും കോസും വെട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ചോദ്യം ഒന്ന് നോക്കി വയ്ക്കുക. ഇങ്ങനെ വന്നാൽ ഇതുപോലെ ചെയ്യുക. ഇതൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ വന്നാൽ ഇതുപോലെ ചെയ്തു പോകണം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് എക്സിന് ടാൻ തീറ്റ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാം. മറക്കണ്ട, ഇത് മറക്കരുത്. ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കുക. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എക്സിന് എന്തിട്ട് കൊടുക്കേണ്ടത്? ടാൻ തീറ്റ. അപ്പോൾ ടാൻ സ്ക്വയർ തീറ്റ എന്നാവും. സ്ക്വയർ ഉണ്ട്. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. നമുക്കറിയണം ഈ കിടക്കണ ആൾ ഇത് +1 നിന്ന് വന്നതാണ്. ഈ കിടക്കണ ആൾ കോസ് 2 തീറ്റയാണ്. ജസ്റ്റ് നോക്കി വെച്ചോ ഈ പ്രോബ്ലം, ചിലപ്പോൾ വന്നാലോ. സോ കോസ് 2 തീറ്റയാണ്. അപ്പോൾ നമുക്കിത് രണ്ടും വെട്ടിക്കളയാം. അപ്പോൾ ഈ കിടക്കണ ആൾ കോസ് 2 തീറ്റയായി. അപ്പോൾ കോസ് ഇൻവേഴ്സും കോസും വെട്ടിപ്പോയിട്ട് y ഈക്വൽ ടു 2 തീറ്റ എന്നായി. കണ്ടോ, y ഈക്വൽ ടു 2 തീറ്റ. നമ്മൾ എന്തിട്ട് കൊടുത്തത്? എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുത്തത്. നമുക്കിപ്പോൾ കിട്ടിയത് y ഈക്വൽ ടു ടാൻ 2 തീറ്റ എന്ന് നമുക്ക് കിട്ടി. വെറും 2 തീറ്റ എന്ന് കിട്ടി. ഓക്കെ, ഇതുവരെ ചെയ്ത സ്റ്റെപ്പ് ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇതാണ് ചോദ്യം. എക്സിന് ടാൻ തീറ്റ എന്ന് നമ്മൾ കൊടുത്തു. എക്സിന് ഇവിടെ ടാൻ തീറ്റ എന്ന് തന്നെ കൊടുക്കണം. അപ്പോഴാണ് ഈ ഭാഗം കോസ് 2 തീറ്റ എന്നുള്ള ഇക്വേഷൻ ആവുള്ളൂ. ഈ കിടക്കുന്ന ആൾ കോസ് 2 തീറ്റയാണ്, അതൊരു ഇക്വേഷൻ ആണ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 2 തീറ്റ എന്ന് ഈ ഭാഗം വരും. കോസ് ഇൻവേഴ്സും കോസും വെട്ടിപ്പോയിട്ട് y ഈക്വൽ ടു 2 തീറ്റ എന്ന് കിട്ടി. ഇവിടെ നമുക്ക് തീറ്റ കാണാം.
തീറ്റ ഇസ് ഈക്വൽ ടു എന്താവും, ടാൻ ഇപ്പുറത്തേക്ക് പോയാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ഓക്കെ, എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ ആണ് നമ്മൾ കൊടുത്തത്. എക്സിൻ്റെ അവിടെയൊക്കെ ടാൻ തീറ്റ ആണ് കൊടുത്തത്. അതിന് തീറ്റ എങ്ങനെ കാണാം, ടാൻ ഇപ്പുറത്തേക്ക് ഇട്ടാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. വൈ ഈക്വൽ ടു 2 തീറ്റ കിട്ടി. തീറ്റ എന്താണ്, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇനി എന്താ ചെയ്യാം, ഡി വൈ ബൈ ഡി എക്സ് കാണാം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു 2 അതുപോലെ എഴുതാം. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അറിഞ്ഞിരിക്കുക. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇതാണ് ആൻസർ. ഡി വൈ ബൈ ഡി എക്സ് കിട്ടി 2 ഇൻറ്റു 1/1 പ്ലസ് എക്സ് സ്ക്വയർ. നോക്കി വയ്ക്കുക. പിന്നെ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണെന്ന് പഠിക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ചോദ്യം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ചെയ്യേണ്ട സ്റ്റെപ്പുകൾ മനസ്സിലായല്ലോ. എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുക്കണം, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കോസ് 2 തീറ്റ എന്ന് കിട്ടും. കോസ് ഇൻവേഴ്സും കോസും വെട്ടിക്കളയുക, അപ്പോൾ 2 തീറ്റ എന്നായി. തീറ്റ ഇവിടുന്ന് കണ്ടുപിടിക്കുക, നമുക്കപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, തീറ്റ കിട്ടി. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പഠിക്കുക. ഇതൊക്കെ ഒന്ന് ഒപ്പം പഠിച്ചു പോക്കോളൂ കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സച്ച് ദാറ്റ്. 3 മാർക്കാണ്. ഇങ്ങനത്തെ ഒരു ചോദ്യം, കണ്ടിന്യൂറ്റി എന്നൊരു ക്വസ്റ്റ്യൻ എല്ലാ പരീക്ഷയ്ക്കും വരാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. വളരെ 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 ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. എയും ബിയും കണ്ടുപിടിക്കുക. സച്ച് ദാറ്റ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ, നമുക്കൊരു എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഇത് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ നമുക്കിവിടെ തന്നു. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് അവർ നമ്മളോട് പറഞ്ഞു. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനല്ല, ഇത് കണ്ടിന്യൂസ് ആണ് എന്ന് അവർ ഓൾറെഡി പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് എയും ബിയും ഒന്ന് കണ്ടുപിടിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇവിടെ എക്സിൻ്റെ വാല്യൂസ് 3ഉം 4ലാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തിട്ടുള്ളത്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഉണ്ട്, എക്സ് 4. അപ്പോൾ ഇവിടെ നോക്കിയാൽ 3ഉം 4കളാണ് ഉള്ളത്. അപ്പോൾ 3ലും 4ലും കണ്ടിന്യൂസ് ആണ് ഈ ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ എയും ബിയും കണ്ടുപിടിക്കുക. ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കണ്ടിന്യൂസ് ആണല്ലോ, 3ലും 4ലും എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ അർത്ഥം ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സും അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സും ഈക്വൽ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. 3ലും 4ലും കണ്ടിന്യൂസ് ആണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. 3 പ്ലസ് എഫ് ഓഫ് എക്സും 3 മൈനസ് എഫ് ഓഫ് എക്സും അതുപോലെ തന്നെ എഫ് ഓഫ് 3യും ഇതെല്ലാം ഈക്വൽ ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ 4ൽ കണ്ടിന്യൂസ് ആണല്ലോ. അപ്പോൾ എങ്ങനെ എഴുതുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 പ്ലസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 മൈനസ് എഫ് ഓഫ് എക്സും എഫ് ഓഫ് 4ഉം ഇതും ഈക്വൽ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെയൊക്കെ സംഭവങ്ങൾ ആ ഫംഗ്ഷൻ അതിൽ നിന്ന് എടുത്ത് എഴുതാം. അത് നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എന്ന് പറഞ്ഞാൽ ഏത് എഫ് ഓഫ് എക്സ് ആണ് എഴുതേണ്ടത് നോക്കാം. 3 പ്ലസ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 3നേക്കാൾ വലുതാണ്. എക്സ് വലുതാണ് 3നേക്കാൾ. പ്ലസ് ഇട്ടാൽ അതിൻ്റെ അർത്ഥം വലുതാണ്. അത് ഇതിൽ ഏതാ വരിക, എക്സ് ഗ്രേറ്റർ ദാൻ 3. ഇവിടെ 3 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, എക്സ് ടെൻസ് ടു 3 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സിൻ്റെ വാല്യൂ 3നേക്കാൾ വലുത്. അപ്പോൾ എന്താ അർത്ഥം, എക്സ് വലുതാണ് 3നേക്കാൾ. അപ്പോൾ ഇതിൽ ഏത് സെക്ഷൻ ആയിരിക്കും വരിക, ഇവിടെ എക്സ് ചെറുതെന്നും ഇവിടെ എക്സ് വലുതെന്നും. അപ്പോൾ ഇതാണ് വരിക, കണ്ടോ, 3നേക്കാൾ വലുതാണ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ആരാ, എ എക്സ് പ്ലസ് ബി. അപ്പോൾ ഇവിടെ നമ്മൾ ഏതെടുക്കണം, എ എക്സ് പ്ലസ് ബി എന്ന് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ അർത്ഥം എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എക്സിൻ്റെ വാല്യൂ 3നേക്കാൾ ചെറുതാണ്. അപ്പോൾ അത് ഏതാ വരിക, എക്സ് ടെൻസ് ടു 3 മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സിൻ്റെ വാല്യൂ ചെറുതാണ് 3നേക്കാളും. 3 മൈനസ് എക്സ് ചെറുതാണ് 3നേക്കാൾ. അത് ഇതിൽ ഏത് കേസ്, അതാ ഈ കേസ്. അതെന്താണ്, 10. കണ്ടോ 10. അപ്പോൾ നമുക്കിവിടെ ലിമിറ്റ് ഒന്നും കൊടുക്കേണ്ട, 10 എഴുതിയാൽ മതി ഇതിന് ആൻസർ. ഇനി എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, എക്സ് ഈക്വൽ ടു 3. ഇതാ എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. അപ്പോൾ എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 3. അതിതാ എക്സ് ഈക്വൽ ടു 3 എന്താ വാല്യൂ, 10 തന്നെയാണ്. അപ്പോൾ അത് വീണ്ടും എഴുതണ്ട, എഴുതിയാലും കുഴപ്പമില്ല. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇതിൽ നമുക്ക് എക്സും
സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൽ എക്സിന് 3 ഇട്ട് കൊടുക്കാം. അപ്പോൾ a ഇൻറ്റു 3a പ്ലസ് ബി ഈക്വൽ ടു 10 എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി. കണ്ടോ, എക്സിന് ഈ 3 ഇട്ട് കൊടുത്താൽ 3a പ്ലസ് ബി ഈക്വൽ ടു 10. ഇതേപോലെ നമുക്ക് 4ൻ്റെ കേസ് നോക്കാം. ആദ്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 പ്ലസ്. ഇതിൻ്റെ അർത്ഥം എന്താ? എക്സിൻ്റെ വാല്യൂ പ്ലസ് ആണ്, വലുതാണ് 4നേക്കാൾ. ഇതെവിടെ വരുന്നത് നോക്കാം. എക്സിൻ്റെ വാല്യൂ വലുതാണ് 4നേക്കാൾ. അതെവിടെ നോക്കിയൊക്കെ, എക്സിൻ്റെ വാല്യൂ വലുതാണ് 4. കണ്ടോ, വലുത് ഏതാണ്? 20. അപ്പോൾ അവിടെ നമ്മൾ എന്തെന്ന് എടുക്കണം? 20. ഇതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, 20 എന്ന് മതി. ഇനി ഇതിൻ്റെ അർത്ഥം എന്താ? എക്സ് ടെൻസ് ടു 4 മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിൻ്റെ വാല്യൂ മൈനസ് ആണ്, ചെറുതാണ് 4നേക്കാൾ. അപ്പോൾ ഏതെടുക്കുക? എക്സിൻ്റെ വാല്യൂ ചെറുത് 4 എന്നുള്ളത് ഇതാ ഇവിടെ. എക്സിൻ്റെ വാല്യൂ ചെറുതാണ് 4നേക്കാൾ. ഏതാ? എ എക്സ് പ്ലസ് ബി. അപ്പോൾ അവിടെ നമ്മൾ എ എക്സ് പ്ലസ് ബി എന്ന് എടുക്കണം. ഇത് രണ്ടും കൂടി എടുക്കുക. എന്നിട്ട് നമ്മളിവിടെ എക്സിന് 4 ഇട്ട് കൊടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 മൈനസ്. ഇവിടെ എന്ത് ചെയ്യണം? എക്സിന് ഈ 4 ഇട്ട് കൊടുത്താൽ 20 ഈക്വൽ ടു എക്സിനാണ് 4 ഇട്ട് കൊടുക്കണേ, 4a പ്ലസ് ബി എന്ന് വരും. അപ്പോൾ 4a പ്ലസ് ബി ഈക്വൽ ടു 20 എന്നും കിട്ടി. കണ്ടോ, അപ്പോൾ ആദ്യം കിട്ടിയത് 3a പ്ലസ് ബി 10 എന്ന് കിട്ടി. 3a പ്ലസ് ബി 10 എന്ന് കിട്ടി. ഇപ്പോൾ കിട്ടിയത് 4a പ്ലസ് ബി 20. രണ്ടും ഇങ്ങനെ എഴുതാം. ഇത് സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. അപ്പോൾ ബി മൈനസ് ബി വെട്ടിപ്പോവും. 4a 3a കുറച്ചാൽ ബാക്കി 1a. 20 10 കുറച്ചാൽ 10. എയുടെ വാല്യൂ കിട്ടി 10. ബി കാണാൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ 4a പ്ലസ് ബി ഈക്വൽ ടു 20 അല്ലേ? എക്ക് 10 ഇട്ട് കൊടുത്തോ. സോ 4 ഇൻറ്റു 10 പ്ലസ് ബി ഈക്വൽ ടു 20. 40 പ്ലസ് ബി ഈക്വൽ ടു 20. അപ്പോൾ ബി കാണാൻ 20 മൈനസ് 40 മൈനസ് 20 എന്ന് വരും. എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ ചെയ്തത്? ഇവിടെ നോക്കി 3ഉം 4ഉം ആണുള്ളത്. 3ഉം 4ആണ് എക്സിനുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 3 പ്ലസും 3 മൈനസും, പിന്നെ 4 പ്ലസും 4 മൈനസും, അതിൻ്റെ ഒക്കെ ഫങ്ഷൻസ് എടുത്തു. എക്സിന് 3ഉം എക്സിന് 4ഉം കൊടുത്തു. രണ്ടും കൂടി സോൾവ് ചെയ്തു കേട്ടോ. അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഷോ ദാറ്റ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2. ഈ y2 എന്ന് പറഞ്ഞാൽ dy ബൈ ഡി എക്സിൻ്റെ ഹോൾ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് കേട്ടോ. മൈനസ് എക്സ് ഇൻറ്റു y1 എന്ന് പറഞ്ഞാൽ വെറും dy ബൈ ഡി എക്സ്. ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് തന്നിട്ട് നമുക്കിങ്ങനെ കിട്ടണം. 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 എന്ന് പറഞ്ഞാൽ എന്താ? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. 2 പ്രാവശ്യം ഡെറിവേറ്റീവ് കാണാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ y2ന് പകരം നമുക്ക് വേണമെങ്കിൽ y ഡബിൾ ഡാഷ് എന്നും വരാം. പിന്നെ എക്സ് ഇൻറ്റു y1 എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ്. ഇത് ഇങ്ങനെ നമുക്ക് 0 എന്ന് കിട്ടണം ഈ ചോദ്യത്തിന്. അപ്പോൾ ഒരു 2 മാർക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇതൊക്കെ ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അൽഹംദുലില്ലാ. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം നമ്മൾ എടുത്തെഴുതി. ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ചോദ്യം എടുത്തെഴുതി y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് എഴുതി. നമുക്ക് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കിട്ടണം, ഇതുപോലെ നമുക്ക് വരണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അതേപോലെ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ് കേട്ടോ. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പഠിക്കുക 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് കിട്ടി. നമ്മൾ ഇതിൽ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ കിട്ടണം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. സ്റ്റെപ്പുകളൊന്ന് ചെയ്ത് പഠിക്കുക. ഈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മുകളിലേക്കാവും. താഴെയുള്ള ആൾ മുകളിലേക്കാവും. റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ മുകളിലേക്കായി. ഇനി ഇവിടെ ഒപ്പമുള്ളത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. പിന്നെ ഇവിടെ ഒരു 1 ഉണ്ട്. ഇങ്ങനെ കിട്ടി. ഇത് നമ്മൾ ഈ റൂട്ട് ഒന്ന് കളയാൻ വേണ്ടി സ്ക്വയർ ചെയ്യുക. എല്ലാത്തിനും ഒന്ന് സ്ക്വയർ ചെയ്യുക. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ ഈ റൂട്ട് പോയിട്ട് വെറും 1 മൈനസ് എക്സ് സ്ക്വയർ ആവും. ഡി വൈ ബൈ ഡി എക്സിന് സ്ക്വയർ വരും. ഇതാ 1നും സ്ക്വയർ, 1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ ആദ്യം ചെയ്തത് y എഴുതി, അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതി, ഇതിനൊന്ന് ഇങ്ങോട്ട് കൊടുന്നു. ബാക്കി 1 മാത്രമേ ഉള്ളൂ.
എന്നിട്ടൊന്ന് സ്ക്വയർ ചെയ്തപ്പോൾ ഈ റൂട്ട് പോവും. ഈ റൂട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. റൂട്ട് പോയാൽ 1 - x² എന്നാവും. ഇതിനെ ഇതാ സ്ക്വയർ ചെയ്തു, ഇതിനും സ്ക്വയർ ചെയ്തു. അപ്പോൾ റൂട്ടിനെ കളയാൻ വേണ്ടി സ്ക്വയർ ചെയ്യുകയാണ് കേട്ടോ. റൂട്ട് അവിടെ നിന്ന് പോവും. റൂട്ട് പോയിട്ട് വെറും 1 - x² ആവും. ഇതിന് സ്ക്വയർ വരും, ഇതിന് സ്ക്വയർ വരും. ഒന്നിന് സ്ക്വയർ ഒന്ന് തന്നെയാണല്ലോ. ഇനി എന്ത് ചെയ്യുക? വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഇതൊരു ഫംഗ്ഷൻ, ഇതൊരു ഫംഗ്ഷൻ. രണ്ട് ഫംഗ്ഷൻസ് പറഞ്ഞാൽ എന്താ? പ്രൊഡക്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യണം. എന്താ പ്രൊഡക്റ്റ് റൂൾ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു 1 - x² ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ്. x² ഡെറിവേറ്റീവ് 2x ആണ്. അതേപോലെ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ 2 ഇങ്ങോട്ട് ഇറക്കണം. എന്നിട്ട് 2 ഇൻറ്റു dy/dx എന്ന് എഴുതിയിട്ട് dy/dx ഒന്നുകൂടി ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്താവും? d²y/dx². അപ്പോൾ ഇതാണ് രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതി. ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണിത്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടത്? ആദ്യം 2 താഴത്തേക്ക് ഇറക്കിയിട്ട് dy/dx എഴുതുക. എന്നിട്ട് dy/dxന് ഡെറിവേറ്റീവ് എഴുതണം d²y/dx². പ്ലസ് ഇനി സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ എഴുതാം. dy/dx (2) സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ എഴുതി. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1ൻ്റെ 0 മൈനസ് അവിടെ വരും. x² 2 താഴത്തേക്ക് എഴുതിയിട്ട് x എഴുതണം. x² ഡെറിവേറ്റീവ് ചോദിച്ചാൽ എന്താ ചെയ്യുക? ഈ 2 താഴത്തേക്ക് ഇറക്കുക, x എഴുതുക. നമ്മളിവിടെ ചെയ്ത പോലെ 2 താഴത്തേക്ക് ഇറക്കി ഇത് എഴുതി. എന്നിട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതി. അതേപോലെ 2 താഴത്തേക്ക് ഇറക്കി എക്സ് എഴുതി. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈക്വൽ ടു 1ൻ്റെ 0 എന്ന് ആയി. കണ്ടോ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് ഈ എടുക്കണ ആൾ. ഇനി സെക്കൻഡ് ഇൻറ്റു ഇതതുപോലെ എഴുതി. ഇതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ആദ്യം അവിടെ കൊടുക്കണം. 1ൻ്റെ 0 ആണ്. x² 2x. ഇവിടെ 1ൻ്റെ 0. ഇതുപോലെ നമ്മൾ എഴുതി. ഇത് നമ്മൾ ചെയ്യേണ്ടത് കംപ്ലീറ്റ് ഇക്വേഷനെ 2 ഇൻറ്റു dy/dx വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡിങ് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക? 2 ഇൻറ്റു dy/dx വെച്ച് ഡിവൈഡ് ചെയ്യുക. എല്ലാത്തിനും താഴെ ആര് വരും? 2 ഇൻറ്റു dy/dx എന്ന് വരും. അതായത് ഈ ഫസ്റ്റത്തെ ടേമിൻ്റെ താഴെ വരും, സെക്കൻഡ് ടേമിൻ്റെ താഴെയൊക്കെ 2 ഇൻറ്റു dy/dx 2 ഇൻറ്റു dy/dx എന്ന്. രണ്ട് ടേമുള്ളൂ. ഇതൊരു ടേം, ഇതൊരു ടേം. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? 2ഉം 2ഉം dy/dxും വെട്ടിക്കളഞ്ഞാൽ ബാക്കി 1 - x² ഇൻറ്റു d²y/dx² പ്ലസ് ഇവിടെ എന്താവും? ഇവിടെ 2ഉം 2ഉം പോവും. ഇവിടുന്ന് ഒരു dy/dxും ഇവിടുന്ന് ഒരെണ്ണം പോയാൽ ബാക്കി -x ഉണ്ട്. ഇതൊരു -x. അപ്പോൾ ഈ -x ഇവിടെ എഴുതിക്കോ. -x ഇൻറ്റു dy/dx ഈക്വൽ ടു 0. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. കണ്ടോ? 1 - x² ഇൻറ്റു d²y/dx² - x dy/dx ഈക്വൽ 0 എന്ന് കിട്ടണം. നമുക്കിതാ കിട്ടി. അപ്പോൾ എന്താ ചെയ്തത്? ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതി ഇങ്ങോട്ട് കൊടുന്നു. പിന്നെ എന്ത് ചെയ്തു? സ്ക്വയർ ചെയ്തു. എല്ലാത്തിനും സ്ക്വയർ ചെയ്തു. ഇതിൻ്റെ സ്ക്വയർ എഴുതി, ഇതിൻ്റെ സ്ക്വയർ എഴുതി. ഇതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോവുകയാണ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതി, സെക്കൻഡ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതി. എല്ലാത്തിനെയും 2 ഇൻറ്റു dy/dx വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്തൊക്കെ വെട്ടിപ്പോയിട്ട് ബാക്കിയുള്ളത് എഴുതാം. നമുക്കിതാ കിട്ടി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ഫൈൻഡ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ y ഈക്വൽ ടു e⁻x sin x. ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് ചോദ്യം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം ഇങ്ങനെ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നേരത്തെ ചെയ്തതുപോലെ തന്നെ dy/dx ഈക്വൽ ടു ദ ഫസ്റ്റ് ഫംഗ്ഷൻ, ദ സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അതുപോലെ എഴുതുക. sin xൻ്റെ ഡെറിവേറ്റീവ് cos x. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു sin x ഇൻറ്റു e⁻xൻ്റെ ഡെറിവേറ്റീവ് e⁻x തന്നെ. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കഴിഞ്ഞു. നമുക്കിവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം. ഒരു പ്രാവശ്യം കൂടി ഡെറിവേറ്റീവ് കാണണം. എന്ന് പറഞ്ഞാൽ d²y/dx² കാണണം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ വീണ്ടും ഫസ്റ്റ് ഫംഗ്ഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു cos xൻ്റെ ഡെറിവേറ്റീവ് -sin x പ്ലസ് സെക്കൻഡ് ഇൻറ്റു e⁻xൻ്റെ e⁻x തന്നെ. ഒരാളുടെ കഴിഞ്ഞു, ഇതിൻ്റെ കഴിഞ്ഞു. ഇവിടെ വീണ്ടും ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു sin x ഇൻറ്റു e⁻xൻ്റെ e⁻x തന്നെയാണ് ഡെറിവേറ്റീവ് പ്ലസ് e⁻x ഇൻറ്റു sin xൻ്റെ cos x. കണ്ടോ?
ഇവിടെ പ്രൊഡക്റ്റ് റൂള്, ഇവിടെ പ്രൊഡക്റ്റ് റൂള് ഇതുപോലെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു എക്സ് സൈൻ എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് കോസ് എക്സ്. ഇനി ഇവിടെ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് കോസ് എക്സ്. ഇവിടെ നമുക്ക് ആരൊക്കെ വെട്ടിപ്പോവും? പ്ലസ് മൈനസ് വെട്ടിപ്പോയിട്ട് ബാക്കി 2 ഇ റേസ് ടു എക്സ് കോസ് എക്സ്. അപ്പോൾ ഫൈനൽ ആൻസർ 2 ഇ റേസ് ടു എക്സ് കോസ് എക്സ് എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. നന്നായി ചെയ്ത് പഠിക്കണം, നല്ല സെറ്റ് ആവുള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ആക്ച്വലി 4 മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നന്നായി ചെയ്ത് പഠിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ് കേട്ടോ. ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സംഭവം തന്നിട്ടുണ്ട്. ഇ റേസ് ടു എക്സ് മൈനസ് വൈ ഈക്വൽ ടു എക്സ് റേസ് ടു വൈ. ഇതാണ് ചോദ്യം. ഇതിന് ഇതാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണം. നേരത്തെ ക്വസ്റ്റ്യനാണ്, 4 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പോൾ ചോദ്യം നമ്മളെടുത്ത് എഴുതി, അതിൽ നമുക്ക് ഇങ്ങനെ കിട്ടണം. ലോഗ് എക്സ് ബൈ ലോഗ് ഇ എക്സ്, ലോഗ് ഇ എക്സ് ദ ഹോൾ സ്ക്വയറിന് കിട്ടണം. അപ്പോൾ നമ്മൾ ചോദ്യം എടുത്ത് എഴുതി. നമ്മളിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒരാളുടെ മുകളിൽ വേറൊരാൾ വന്നേക്കാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ലോഗ് അപ്ലൈ ചെയ്യും. ഒരാളുടെ മുകളിൽ വേറൊരാൾ വന്നാൽ ലോഗ് നമ്മൾ അപ്ലൈ ചെയ്യും. ലോഗ് ഇ റേസ് ടു എക്സ് മൈനസ് വൈ ലോഗ് എക്സ് റേസ് ടു വൈ എന്ന് കൊടുക്കുക. എന്നിട്ട് ലോഗ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? മുകളിലത്തെ ആൾ താഴത്തേക്ക് ഇറക്കുക, എക്സ് മൈനസ് വൈ, പിന്നെ ലോഗ് ഇ. ഇവിടെയും മുകളിലത്തെ ആളെ താഴത്തേക്ക് ഇറക്കിയാൽ വൈ ലോഗ് എക്സ്. ഇനി എന്താ ചെയ്യുക? ഇനി അറിയേണ്ട കാര്യം, ഈ ലോഗ് ഇയുടെ വാല്യൂ 1 ആണ്. അതിവിടെ സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. ലോഗ് ഇ എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. അപ്പോൾ അവിടെ അത് എഴുതണ്ട, വെറും എക്സ് മൈനസ് വൈ എന്ന് മതി. ഇത് 1 ആയിപ്പോയി. ഇനി ഇവിടെ വൈ ലോഗ് എക്സ് എന്നും ഉണ്ട്. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന് എക്സിനെ ഇവിടെ നിർത്താം. ഇതിനിവിടെ നിർത്തിയിട്ട് വൈ ലോഗ് എക്സിൻ്റെ അടുത്തേക്ക് മൈനസ് വൈ പോവും. വൈ ലോഗ് എക്സിൻ്റെ അടുത്തേക്ക് മൈനസ് വൈ പോയാൽ പ്ലസ് വൈ. ഇങ്ങനെ കിട്ടി. ഇതിന് എക്സ് ഈക്വൽ ടു 2 വൈ പുറത്തേക്ക് എടുക്കുക കോമൺ ആയിട്ട്. ഈ വൈ പുറത്തേക്ക് എടുത്താൽ ബാക്കി ലോഗ് എക്സും ഉണ്ടാവും, പ്ലസ് 1 എന്നും വരും. അപ്പോൾ ഈ വൈയും പുറത്തേക്ക് എടുത്താൽ ബാക്കി ലോഗ് എക്സ് പ്ലസ് ഇത് പുറത്തേക്ക് പോയാൽ അവിടെ ഒരു 1 എന്നായി മാറും. ഇതിൽ നമുക്ക് വൈ കിട്ടും എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എക്സ് പ്ലസ് 1. ഇതാണ് നമുക്ക് ആവശ്യം. കണ്ടോ? വൈ ഈക്വൽ ടു എന്ത് കിട്ടും? എക്സിന് താഴത്തേക്ക് ലോഗ് എക്സ് പ്ലസ് 1 പോവും. ക്ലിയർ ആയിരുന്നു. അപ്പോൾ എന്തൊക്കെ ചെയ്തത്? നമ്മൾ ഇതുവരെ ചെയ്തതൊന്ന് അറേഞ്ച് ചെയ്തതാണ്. 2 സൈഡും ലോഗ് അപ്ലൈ ചെയ്തു. മുകളിലത്തെ ആളെ താഴത്തേക്ക് ഇറക്കി, ബാക്കിയുള്ളത് എഴുതി. ഇനി ഇവിടെ ലോഗ് ഈ 1 ആണ്, ബാക്കിയുള്ളത് എഴുതി. എക്സിനെ അവിടെ നിർത്തിയിട്ട് വൈകൾ ഒരു സൈഡിലേക്ക് ആക്കി, വൈ പുറത്തേക്ക് എടുത്തിട്ട് ഇത് താഴത്തേക്ക് പോയി. വൈ നമുക്ക് കിട്ടി. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ആ ഒരു പ്രൂഫിലേക്ക് എത്തേണ്ടത്. നമുക്ക് കിട്ടിയത് എടുത്ത് എഴുതാം. വൈ ഈക്വൽ ടു, പക്ഷെ കിട്ടിയത് വൈ ഈക്വൽ ടു എക്സ് ബൈ ലോഗ് എക്സ് പ്ലസ് 1 എന്നാണ് കിട്ടിയത്. കണ്ടില്ലേ? വൈ ഈക്വൽ ടു എക്സ് ബൈ ലോഗ് എക്സ് പ്ലസ് 1 എന്നാണ് കിട്ടിയത്. ഇതിൽ നമുക്കിനി ഡി വൈ ബൈ ഡി എക്സ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. കണ്ടില്ലേ? സോ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ എന്ത് ചെയ്യാം? ഒരാൾ മുകളിൽ വേറൊരാൾ താഴെ ഇങ്ങനെ വന്നാൽ നമുക്ക് കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞിട്ട് റൂൾ ഉണ്ട്. ഇതാണ് അപ്ലൈ ചെയ്യുക, കോഷ്യൻ റൂൾ. മുകളിൽ ഒരു ഫംഗ്ഷൻ, താഴെ വേറെ ഫംഗ്ഷൻ വന്നാൽ പ്രൊഡക്റ്റ് റൂൾ അല്ല, കോഷ്യൻ റൂൾ. എന്താ കോഷ്യൻ റൂള്? താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക 1. എന്താ ചെയ്തത്? താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു മുകളിലത്തെയാണ് ഡെറിവേറ്റീവ് മൈനസ്, ഇനി മുകളിലത്തെ ഇൻറ്റു എക്സ് ഇൻറ്റു താഴത്തെയാണ് ഡെറിവേറ്റീവ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്, 1 × 0 ആണ്. മനസ്സിലായല്ലോ എന്താ റൂള്? ഇങ്ങനെ എഴുതാം. താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മുകളിലത്തെ മൈനസ് മുകളിലത്തെ ഇൻറ്റു താഴത്തേൻ്റെ ഡെറിവേറ്റീവ് കേട്ടോ. അപ്പോൾ താഴത്തെ ഫംഗ്ഷൻ ആദ്യം താഴത്തെ ഫംഗ്ഷൻ എന്നാണ്. താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ്, മുകളിലത്തേൻ്റെ ഡെറിവേറ്റീവ് മൈനസ് മുകളിലത്തെ ഇൻറ്റു എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x, 1 × 0 ആണ്. അപ്പോൾ എക്സും പോയിട്ട് അവിടെ ഇനി താഴത്തെ ഫംഗ്ഷൻ ദ ഹോൾ സ്ക്വയർ. ഇതാണ് റൂൾ. ആ റൂള് മറക്കണ്ട, ഞാനിവിടെ പറയാം. താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മുകളിലത്തെ
മൈനസ് മുകളിലത്തെ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് താഴത്തെ ബൈ താഴത്തെ ഫംഗ്ഷൻ്റെ സ്ക്വയർ. സംഭവം സിമ്പിൾ. ആദ്യം താഴത്തേന്ന് തുടങ്ങാം. താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മുകളിലത്തെ മൈനസ് മുകളിലത്തെ താഴത്തെ ഡെറിവേറ്റീവ് താഴത്തെ ഫംഗ്ഷൻ്റെ സ്ക്വയർ. അത് വെച്ചിട്ട് ഞാൻ എഴുതിയിട്ടോ. അപ്പോൾ ഇവിടെ ബാക്കി dy ബൈ ഡി എക്സ് ഈക്വൽ ടു 1 ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് എന്താ 1 പ്ലസ് ലോഗ് എക്സ് തന്നെ. 1 ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് 1 പ്ലസ് ലോഗ് എക്സ് മൈനസ് ഇവിടെ ഒരു 1 വരും. താഴെ ലോഗ് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയറിന് വരും. ഇവിടെ ഈ 1ഉം -1 വെട്ടിപ്പോയാൽ dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് മുകളിലുണ്ട്, താഴെ ലോഗ് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയറിനായി. ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷെ നമുക്ക് പ്രൂഫിലുണ്ട് ഇവിടം വരെ എത്തണം. ലോഗ് ഇ എക്സ് ഹോൾ സ്ക്വയറിനാവണം. മുകളിലത്തെ ലോഗ് എക്സ് നമുക്ക് കിട്ടി. താഴെ ഒന്ന് സെറ്റാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോഗ് ഇ എന്ന് പറഞ്ഞ 1 ആണ്. ലോഗ് ഇ 1 ആണ്. അപ്പോൾ നമുക്കിവിടെ ലോഗ് എക്സ് ബൈ ലോഗ് എക്സ് പ്ലസ് ഈ 1ൻ്റെ അവിടെ എന്ത് എഴുതാം, ലോഗ് ഇ എന്ന് എഴുതാം ഹോൾ സ്ക്വയർ. കണ്ടോ, 2 ലോഗ് വന്നാൽ നമുക്കതിനെ ഒറ്റ ലോഗായിട്ട് എഴുതാം. സോ മുകളിൽ ലോഗ് എക്സ് എഴുതിക്കോ. ഇവിടെ 2 ലോഗ് വന്നാൽ ഒറ്റ ലോഗായിട്ട് ഇ എക്സ് ഇൻറ്റു ആയിട്ട് എഴുതാം, ഇ എക്സ് ദ ഹോൾ സ്ക്വയർ. കണ്ടോ, അപ്പോൾ 1ൻ്റെ അവിടെ ലോഗ് ഇ കൊടുക്കുക. 2 ലോഗ് പ്ലസ് വന്നാൽ ഒറ്റ ലോഗ് കൊടുത്തിട്ട് ഇയും എക്സും ഇൻറ്റു ആയിട്ട് എഴുതുക, ഹോൾ സ്ക്വയർ കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു dy ബൈ ഡി എക്സ് നമുക്ക് കിട്ടി ലോഗ് എക്സ് ബൈ ലോഗ് ഇ എക്സ് ദ ഹോൾ സ്ക്വയർ. കണ്ടോ, നന്നായി ചെയ്ത് പഠിക്കുക, എന്തൊക്കെ ചെയ്തു നോക്കുക. അപ്പോൾ ആദ്യം ലോഗ് കൊടുക്കുക, മുകളിൽ താഴത്തേക്ക് ഇറക്കുക. അറിയുന്ന സ്റ്റെപ്പ് വരെയെങ്കിലും നിങ്ങൾ ചെയ്ത് വയ്ക്കുക. ആ മാർക്കെങ്കിലും നമുക്ക് കിട്ടട്ടെ. അപ്പോൾ മുകളിൽ താഴത്തേക്ക് ഇറക്കി ലോഗ് ഇ എഴുതി, വൈ താഴത്തേക്ക് ഇറക്കി ലോഗ് എക്സ് എഴുതി. ലോഗ് ഇ 1 ആണ്. 1ൻ്റെ അവിടെയൊക്കെ ലോഗ് ഇ എന്ന് കൊടുക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ലോഗ് ഇ 1 ആണ്, അത് എഴുതണ്ട. ബാക്കിയുള്ളത് എഴുതി, എക്സിനെ അവിടെ നിർത്തി വൈനെ അങ്ങോട്ട് കൊണ്ടുപോയി, വൈ പുറത്തേക്ക് എടുത്തു, അതിൽ നിന്ന് വൈ കിട്ടി. പകുതി സ്റ്റെപ്പായി. എന്നിട്ട് വൈയുടെ ഡെറിവേറ്റീവ് കാണാം. താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മുകളിലത്തെ മൈനസ് മുകളിലത്തെ ഇൻറ്റു താഴത്തെ ഡെറിവേറ്റീവ് വെട്ടിക്കളയാം. ബാക്കിയുള്ളത് എഴുതുക. പിന്നെ ഇവിടെ 1 എന്നുള്ളടത്ത് ലോഗ് ഇ എക്സ് എന്ന് എഴുതുക, ലോഗ് ഇ എന്ന് എഴുതുക. 2 ലോഗ് വന്നാൽ ഒറ്റ ലോഗായിട്ട് ഇയും എക്സും ഇൻറ്റു ആയിട്ട് എഴുതാം. നമ്മളിത് പ്രൂവ് ചെയ്തു. ഇത് നമുക്ക് കിട്ടി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയുടെ കുറച്ചും കൂടി ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ പാഠം കുറച്ചും കൂടി സിമ്പിളായിട്ട് പഠിക്കണം, കുറച്ചും കൂടി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പഠിക്കണം എന്നുള്ളവർ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ആ ക്ലാസ്സും കൂടി കണ്ടാൽ ഈ ചാപ്റ്റർ ഓക്കെ ആവും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.